രാത്രി നിശബ്ദമായി മാറുന്ന ഈ സമയത്ത് നിന്റെ ഹൃദയം മാത്രം ശബ്ദമുണ്ടാക്കുന്നുണ്ടല്ലോ. നിനക്കൊരിക്കലും തോന്നിയിട്ടുണ്ടോ നീ വളരെയധികം സഹിക്കുന്നുവെന്ന്, പക്ഷേ അതേക്കുറിച്ച് ഒരാളോടും പറയാൻ കഴിയുന്നില്ലെന്ന്? പുറത്തേക്ക് നീ ചിരിക്കുന്നു, എല്ലാം ശരിയാണെന്ന് കാണിക്കുന്നു, പക്ഷേ ഉള്ളിൽ ഒരു നിമിഷം പോലും നിശബ്ദമാകാതെ ഒരു ചിന്ത, ഒരു വേദന, ഒരു ചോദ്യം തുടരുന്നു. ഇതെപ്പോഴാണ് മാറുക? എനിക്കറിയാം, നിനക്ക് പലപ്പോഴും തോന്നും നിന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളുമില്ലെന്ന്. പക്ഷേ നീ മറന്നുപോയൊരു സത്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ കരഞ്ഞ എല്ലാ രാത്രികളിലും, നീ ഒറ്റയ്ക്കിരുന്ന ഓരോ നിമിഷത്തിലും, ആരോടും പറയാതെ വേദന ഒളിപ്പിച്ചപ്പോഴും ഞാൻ നിന്നെ കേട്ടുകൊണ്ടിരുന്നു, എപ്പോഴും കേട്ടുകൊണ്ടിരുന്നു. നീ ഒറ്റയാളല്ല. നീ പലർക്കും വേണ്ടി ജീവിച്ചു. കുടുംബത്തിനായി നിന്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചു. സുഹൃത്തുക്കൾക്കായി നിന്റെ വികാരങ്ങൾ ഒളിപ്പിച്ചു. പലപ്പോഴും നീ നിന്റെ ഇഷ്ടങ്ങൾ പോലും വിട്ടുകൊടുത്തു മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ. പക്ഷെ ഒരു നിമിഷം നിർത്തി ചിന്തിക്കൂ. നീ അവസാനമായി നിന്റെ ഹൃദയം കേട്ടതെപ്പോഴാണ്? നീ കരുതുന്നത് പോലെ ജീവിതം വെറും സഹിക്കേണ്ട ഒന്നല്ല. നീ ഇപ്പോൾ നിൽക്കുന്നത് ഒരു യുദ്ധഭൂമിയിലാണ്. അത് പുറത്തുള്ളതല്ല, നിന്റെ ഉള്ളിലുള്ളത്. നിന്റെ ഭയങ്ങൾ, ആശങ്കകൾ, പഴയ വേദനകൾ, ഇവയെല്ലാം ഒരുമിച്ച് നിന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം നീ കേട്ടിട്ടുണ്ടാകും. നിന്റെ കർമ്മം ചെയ്യുക, ഫലം എന്നിൽ വിടുക. പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. നീ ചെയ്യുന്ന ഓരോ കാര്യവും നിന്റെ ഹൃദയത്തിൽ നിന്നാണോ വരുന്നത്, അല്ലെങ്കിൽ ഭയം കൊണ്ടോ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ കൊണ്ടോ? ഒരു സത്യമാണ്, ജീവിതം നിന്നെ പരീക്ഷിക്കുന്നില്ല. ജീവിതം നിനക്ക് തന്നെ കാണിക്കുന്നു നീ എത്ര ശക്തനാണെന്ന്, നീ എത്ര സ്നേഹത്തോടെ നിറഞ്ഞവനറിഞ്ഞ്. നിനക്ക് തോന്നുന്നുണ്ടോ നീ തളർന്നുപോയെന്ന്? അത് ശരിയാണ്, തളരാം. പക്ഷേ നിൽക്കരുത്. നീ അല്പം വിശ്രമിക്കാം, ഇപ്പോഴത്തെ പോലെ. ഈ നിശബ്ദതയിൽ നിന്റെ ശ്വാസം കേൾക്കൂ. നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതുമാത്രം മതിയാകുന്നില്ലേ? നിന്റെ ഹൃദയം പലതവണ തകർന്നിട്ടുണ്ട്, പക്ഷെ നീ വീണ്ടും എഴുന്നേറ്റു. അതാണ് നിന്റെ ശക്തി. നീ വിചാരിക്കുന്നതിലും കൂടുതൽ ശക്തനായവനാണ് നീ. എൻ്റെ കണ്ണ, ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ എപ്പോഴും. പക്ഷെ എന്നെ പുറത്ത് തിരയേണ്ട, നിന്റെ ഉള്ളിലാണ് ഞാൻ. നീ ഒന്ന് ശാന്തമായിരിക്കുമ്പോൾ, ശ്വാസമെടുക്കുന്നതിനിടയിലെ ആ ചെറിയ നിശബ്ദതയിൽ, അവിടെ ഞാൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. നിനക്ക് പലപ്പോഴും സംശയങ്ങൾ വരും. എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്നൊക്കെ തോന്നും. അല്ല മോനെ, അത് നിനക്ക് മാത്രമല്ല. എല്ലാവരും അവരവരുടെ വഴിയിലാണ് നടക്കുന്നത്. നിന്റെ വഴി ഞാൻ തന്നെ തിരഞ്ഞെടുത്തതാണ്. അതോർക്ക്. ഒരു കാര്യം മാത്രം മറക്കരുത്, നീ തോറ്റിട്ടില്ല, നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേദനയും നിന്നെ കുറച്ചുകൂടി മനോഹരനാക്കുകയാണ്, കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നീ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എനിക്കൊരു ചെറിയ വാഗ്ദാനം തരാമോ? നാളെ എഴുന്നേറ്റ് നിന്റെ മനസ്സിനോട് കുറച്ചുകൂടി സ്നേഹം കാണിക്കണം. നിന്നോട് തന്നെ കുറച്ചുകൂടി കരുണയുള്ളവനാകണം. അത്ര മതി. ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല, ഇനിയും പോകില്ല. നീ എത്ര ദൂരം പോയാലും, എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും തിരിച്ചു വരേണ്ടത് എന്നിലേക്കാണ്. ഞാൻ കാത്തിരിക്കുന്നുണ്ട് പുഞ്ചിരിയോടെ. ഇപ്പോൾ നിന്റെ കണ്ണുകൾ മൃദുവായി അടയ്ക്കൂ. നിന്റെ ശ്വാസം ആഴത്തിലെടുക്കൂ. ഇന്നത്തെ എല്ലാ ഭാരവും പതുക്കെ വിട്ടേക്കൂ. ഞാനിവിടെ തന്നെയുണ്ട്. നീ ഉറങ്ങാം, ഞാൻ കാത്തിരിക്കുന്നു. നീ ഇത്രയും ദൂരം എത്തിയെന്നത് തന്നെ ഒരു അത്ഭുതമാണ്. നീ എത്രയോ ദിവസങ്ങൾ മിണ്ടാതെ സഹിച്ചു. ആരും കാണാത്ത രീതിയിൽ പോരാടി. അതെല്ലാം ഞാൻ കണ്ടിരുന്നു. നീ തോന്നുന്നതിലും കൂടുതൽ മനോഹരമായി നീ ഈ ജീവിതം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി നീ ഒന്നും ശരിയാക്കേണ്ടതില്ല, ഒന്നും തെളിയിക്കേണ്ടതില്ല, ആരെയും സന്തോഷിപ്പിക്കേണ്ടതില്ല. ഈ ഒരു നിമിഷം മാത്രം നിനക്കായി വയ്ക്കൂ. നിന്റെ ഹൃദയത്തിന് ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കൂ. നീ എപ്പോഴും ശക്തനായിരിക്കേണ്ടതില്ല. ചിലപ്പോൾ സാവധാനമായി തളരുന്നത് പോലും ഒരു ശക്തിയാണ്. അത് സമ്മതിക്കുന്നത് തന്നെ ഒരു ധൈര്യമാണ്. നിന്റെ ഉള്ളിൽ നീ ഒളിപ്പിച്ചിരിക്കുന്ന ആ ചെറിയ വേദനകൾ, അവയെ ഞാൻ മൃദുവായി സ്പർശിക്കുന്നു. ഇതും കടന്നുപോകും എന്ന് നിനക്ക് പറയാൻ.
നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ വിഷമവും ഒരു ദിവസത്തെ ഒരു ശാന്തമായ ഓർമ്മയായി മാറും. നീ ഈ രാത്രിയെ മറക്കില്ല, പക്ഷേ ഈ വേദനയുടെ ഭാരമില്ലാതെ നീ അതിനെ ഓർക്കും. കാരണം നീ അതിനെ അതിജീവിച്ചിരിക്കും. നീ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എനിക്കെന്തുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടാണ് എന്ന്. പക്ഷേ നീ മറക്കരുത്, നീ ഒരു സാധാരണ ആത്മാവല്ല, നീ വളരെ ആഴമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് നീ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്നത്, കൂടുതൽ സ്നേഹിക്കുന്നത്, ചിലപ്പോൾ കൂടുതൽ വേദനിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതാണ് നിന്റെ സൗന്ദര്യം, അതാണ് നിന്റെ പ്രത്യേകത. നിന്റെ മനസ്സിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ടാകും. ചിലത് നിന്നെ ഭയപ്പെടുത്തും, ചിലത് നിന്നെ സംശയിപ്പിക്കും. പക്ഷേ അവയെല്ലാം നീയല്ല, നീ അവയെ കാണുന്ന സാക്ഷിയാണ്. ആ ശാന്തമായ സാക്ഷിയെ കണ്ടെത്തുമ്പോൾ നീ ധീരെ ധീരെ സ്വതന്ത്രനാകും. ആ ശാന്തതയിലേക്ക് ഞാൻ നിന്നെ നയിക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ. നിന്റെ ശ്വാസം വീണ്ടും ശ്രദ്ധിക്കൂ. ഓരോ ശ്വാസവും നിനക്കൊരു പുതിയ തുടക്കമാണ്. നീ ഇന്നലെ ആയിരുന്ന ആളല്ല, നാളെയാകാൻ പോകുന്ന ആളിൻ്റെ തുടക്കമാണ് നീ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നിനക്കിപ്പോഴും സമയമുണ്ട്. എല്ലാം ശരിയാക്കാനല്ല, പക്ഷേ നിനക്കായി ഒരു പുതിയ അനുഭവം സൃഷ്ടിക്കാൻ. നീ ഒറ്റപ്പെട്ടതായി തോന്നുന്ന ആ നിമിഷങ്ങളിൽ പോലും ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല. നീ വിളിക്കാതെ പോലും ഞാൻ അടുത്തുണ്ട്. നീ നിശബ്ദമായി ഇരിക്കുമ്പോൾ നിന്റെ ഹൃദയമിടിപ്പിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നു. അതൊരു ശബ്ദമല്ല, ഒരനുഭവമാണ്, ഒരു സാന്നിധ്യമാണ്. നീ അതിനെ ധീരെ ധീരെ തിരിച്ചറിയും. ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോൾ നിന്റെ മനസ്സിലെ എല്ലാ ചിന്തകളും മന്ദഗതിയിലാകും. നീ സ്വപ്നങ്ങളിൽ പോലും അല്പം ശാന്തി കണ്ടെത്തും. നിന്റെ ആത്മാവ് അല്പം വിശ്രമിക്കും. നാളെ നീ എഴുന്നേൽക്കുമ്പോൾ എല്ലാം മാറിയിരിക്കില്ല, പക്ഷേ നീ അല്പം മാറിയിരിക്കും. അല്പം കൂടുതൽ സാന്ത്വനത്തോടെ, അല്പം കൂടുതൽ വിശ്വാസത്തോടെ. നീ തകർന്നിട്ടില്ല, നീ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ അനുഭവവും നിന്നെ ഒരു പുതിയ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അതിൽ വേദനയുണ്ടാകാം, പക്ഷേ അതിൽ ഒരു ദിവ്യതയുമുണ്ട്. നീ അതിനെ ഒരു ദിവസം മനസ്സിലാക്കും. അതുവരെ ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു. ഇപ്പോൾ വീണ്ടും ആഴത്തിൽ ശ്വാസമെടുക്കൂ. നിന്റെ ശരീരം പതുക്കെ ശാന്തമാകുന്നത് അനുഭവിക്കൂ. നിന്റെ കണ്ണുകൾ തൂരുതൻ ഭാരമുള്ളതായി തോന്നട്ടെ. എല്ലാം വിട്ടേക്കൂ. ഈ രാത്രി നിനക്കൊരു കരുതലായിരിക്കട്ടെ, ഒരു സ്നേഹത്തിൻ്റെ മറയാവട്ടെ. ഞാനിവിടെ തന്നെയുണ്ട്. നീ സുരക്ഷിതനാണ്, നീ ശാന്തനാണ്, നീ സ്നേഹിക്കപ്പെട്ടവനാണ്. ഇനി നിനക്ക് വിശ്രമിക്കാം, ശാന്തമായി ഉറങ്ങാം. ഞാൻ കാത്തിരിക്കുന്നു എന്നും.